ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ ഫെബ്രുവരി 20 ഏകാദശിയാണ്. അപ്പോൾ ഏകാദശി എടുക്കേണ്ട വിധമൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു തരത്തിലുള്ള ധാന്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറില്ല. രാവിലെ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് നമ്മളൊരു പുഴുക്ക് ഉണ്ടാക്കിയാണ് സാധാരണയായിട്ട് കഴിക്കുന്നത്. അതായത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാം. അക്കൂട്ടത്തിൽ നമ്മുടെ പച്ചക്കറികളായ വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. കാച്ചിൽ, ചേമ്പ്, കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, ക്യാരറ്റ് ഒക്കെ ഉപയോഗിക്കാം. അതെല്ലാം കൂടെ ഉപ്പും മഞ്ഞളും ശകലം മുളക് പൊടിയോ ഒക്കെ ചേർത്തിട്ട്, അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം അതിനകത്തേക്ക് ധാരാളമായി തേങ്ങ ചതച്ച് ചേർക്കാം. ജീരകം ചേർക്കേണ്ടവർക്ക് ചേർക്കാം. എന്തായാലും ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ജീരകം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. തേങ്ങ വെറുതെ ചതച്ച് മഞ്ഞളുമായിട്ട് ചതച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ആയിട്ട് ചതച്ചിട്ട് ഉപയോഗിക്കാം. അത് വളരെ നല്ലതാണ്. നിറയെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ അതിന് മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ആ കൂട്ടത്തിൽ ഇഞ്ചി ചേർത്ത ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി നമുക്ക് ആ പുഴുക്കിന് കഴിക്കാം. അപ്പോഴും നമ്മൾ ചുമന്നുള്ളി ഉപയോഗിക്കരുത്. ഇഞ്ചി ചേർത്തിട്ട് ഉണ്ടാക്കി കഴിക്കാം. അതല്ലെങ്കിൽ ഉള്ളിയില്ലാത്ത ഒരു തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഇതൊക്കെയാണ് സാധാരണയായിട്ട് കഴിക്കുന്നത്. നമുക്ക് പിന്നെ ഭഗവാന് നമുക്ക് ചൊവ്വരിയിട്ട പായസം, ചൊവ്വരി പായസം ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കാം. അത് നമുക്കും കഴിക്കാം. ആ പ്രസാദം രാവിലെയോ വൈകുന്നേരമോ ഒക്കെ നമുക്ക് ഭഗവാന്, അതായത് പാലും ചൊവ്വരിയും പഞ്ചസാരയും അതിട്ടിട്ട് നമുക്ക് ഭഗവാന് നിവേദിക്കാം. നമുക്കും അത് കുടിക്കാനായിട്ട് പറ്റും. ശർക്കര ഇട്ടിട്ടും നമുക്ക് ചൊവ്വരി മാത്രം ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അത് നല്ലതാണ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് ആഹാരം കഴിച്ചു നിർത്തണം. പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ചു നിർത്തണം. ഇതാണ് ചെയ്യേണ്ടത്. അസുഖമൊക്കെ ഉള്ളവർ അതനുസരിച്ചിട്ട് ചെയ്യുക. ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിക്കുക. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കുക. കപ്പലണ്ടിയൊക്കെ നമുക്ക് കഴിക്കാം. കപ്പലണ്ടി ഉപയോഗിക്കാം, അതിന് കുഴപ്പമില്ല. മറ്റ് തൊമര അല്ലെങ്കിൽ പയർ ഇതുപോലത്തെ ധാന്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ എന്തുവാന്ന് വെച്ചാൽ ചെയ്യുക. പ്രാർത്ഥനയാണ് മുഖ്യം. അത് എല്ലാവരും ആലോചിക്കുക. പരമാവധി സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ തടസ്സങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഏകാദശി എടുത്താൽ മാറിപ്പോകുന്നതാണ്. ഒരു മാസം 2 ഏകാദശിയുണ്ട്. ഒരു വർഷത്തിൽ 24 ഏകാദശിയുണ്ട്. ആ 2 ഏകാദശിയും എടുക്കണം. അല്ലാതെ ഒരു മാസത്തിൽ ഒരു ഏകാദശി എടുക്കാം, കുഴപ്പമില്ല. കൃഷ്ണപക്ഷ ഏകാദശിയൊക്കെ എടുക്കാം, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ 2 ഏകാദശിയും എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. കാരണം ഓരോ ഏകാദശിക്കും ഓരോരോ ഫലങ്ങളാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ഉപവസിക്കുന്നില്ലല്ലോ. ഉപവസിക്കുമ്പോഴല്ലേ ഉള്ളൂ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമുക്ക് അതൊക്കെ അങ്ങനെ ഇപ്പം നമ്മുടെ ആഹാരത്തിനൊരു മിതത്വം ഉണ്ടാക്കി എടുത്തുകൊണ്ട് ആ രീതിയിലല്ലേ നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ടൊരു ക്ഷീണമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ പകലുറക്കം നിഷിദ്ധമാണ്. തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം, തലയിൽ നിറയെ എണ്ണയൊക്കെ തേച്ച് കുളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് എണ്ണയൊന്നും തേച്ച് കുളിക്കണ്ട എന്ന് പറയുന്നത്. പകൽ ഉറങ്ങരുത്. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പരമാവധി സമയം പ്രാർത്ഥിക്കുക. പിന്നെ പിറ്റേ ദിവസത്തെ പാരണാ സമയം ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. എനിക്ക് നല്ല തിരക്കുള്ള സമയങ്ങളായിരുന്നു. ഞാൻ നാളെ രാവിലെ, അതായത് ഏകാദശി ദിവസം രാവിലെ 10 മണിയാവുമ്പോഴേക്കും നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും പാരണാ സമയം ഇടാം. പിറ്റേ ദിവസമാണല്ലോ നമ്മൾ പാരണ വിടേണ്ടത്. അപ്പം അതനുസരിച്ചിട്ട് രാവിലെ നിങ്ങൾ കേട്ടാൽ മതി. എല്ലാ സ്ഥലങ്ങളിലെയും പാരണാ സമയം ഞാനിടാം. ഞാൻ മറന്നിട്ടില്ല. നല്ല തിരക്കായി പോയതുകൊണ്ടാണ് എനിക്കത് എഴുതി വെക്കാനായിട്ട് പറ്റിയില്ല ഓരോ സ്ഥലങ്ങളിലെയും. ഞാൻ ഇന്ന് രാത്രി തന്നെ ഇരുന്ന് എഴുതിയിട്ട് നാളെ രാവിലെ തന്നെ അത് പോസ്റ്റ് ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ്. എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. എന്തായാലും നാളെ രാവിലെ ഇടാം. മറ്റന്നാളാണല്ലോ നമ്മൾ പാരണ വീടേണ്ടത്. അതുപോലെ നാളെ രാവിലെ തന്നെ ഹരിവാസര സമയത്തെക്കുറിച്ചുമുള്ള വീഡിയോ ഞാനിടാം. അത് രണ്ടും കൂടെ ഒന്നിച്ചിടാം. അപ്പം നമ്മളെല്ലാവരും ഏകാദശി എടുക്കണം. ഏകാദശി എടുക്കുന്നതിൽ നിങ്ങൾ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറും. നമ്മൾ മനസ്സാ വാച കർമ്മണ ചെയ്തിരിക്കുന്ന നമ്മുടെ തെറ്റുകൾക്കെല്ലാം ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഈ ജന്മം മാത്രമല്ല, കഴിഞ്ഞ ജന്മങ്ങളിലും നമ്മൾ ചെയ്ത പാപങ്ങളുടെ എല്ലാ പരിഹാരങ്ങളും നമ്മൾ ഈ ഏകാദശി എടുത്ത് ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു ഫലം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തരും. ഭഗവാൻ കരുണാമയനാണ്, പരിപാലകനാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഭഗവാനെ പരമാവധി സമയം വിളിച്ച് പ്രാർത്ഥിക്കുക, ജപിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഭക്ഷണം
ഒക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. നമുക്ക് പറ്റുന്നത് പോലൊക്കെ ആഹാരം കഴിക്കുക. അതുപോലെ മെൻസസ് അല്ലെങ്കിൽ പുലവാലായ്മയൊക്കെ ആയിട്ടുള്ളവർ ഒരു വിളക്ക് കത്തിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണ്ടെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവർക്ക് ഭക്ഷണക്രമമൊക്കെ ഇതേപോലെ തന്നെ ഒരു ഏകാദശിക്ക് എങ്ങനെയാണോ നമ്മൾ ഭക്ഷണനിഷ്ഠയിലിരിക്കുന്നത് അതേപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ കിടപ്പുമുറിയിലിരുന്ന് ഭഗവാനെ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പൂജാമുറിയിലൊന്നും കയറേണ്ട എന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഇതുപോലുള്ള അശുദ്ധങ്ങളൊന്നുമില്ല. ഭഗവാന് യാതൊരു അശുദ്ധങ്ങളും ഇല്ല എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഭഗവാൻ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. മനുഷ്യനാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ഓർക്കുക. നമ്മളെപ്പോഴും വിശ്വാസികളായിരിക്കണം, അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. അക്കാര്യം പ്രത്യേകമായി ഓർക്കുക. ഭഗവാൻ ഒരിക്കലും അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും നമ്മൾ ഓർക്കുക. നമ്മുടെ സനാതന ധർമ്മത്തിൽ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. പക്ഷെ മനുഷ്യരാണ് പല അന്ധവിശ്വാസങ്ങളും അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സാക്ഷാൽ ഭഗവാനെയാണ്. ആ ഭഗവാൻ ഇക്കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ രാമായണത്തെയും മഹാഭാരതത്തെയും അതുപോലുള്ള നമ്മുടെ ഇതിഹാസങ്ങളെയുമാണ്. അതിലൊന്നും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഒരിടത്തും കാണുന്നില്ല എന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. ചിലർ പറയും പീരീഡ്സ് ആയിരിക്കുമ്പം ഭഗവാനെ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, ജപിക്കരുതെന്ന് പറയും. നമ്മൾ ആലോചിക്കുക, മഹാഭാരതത്തിൽ രജസ്വലയായിരുന്ന ദ്രൗപദിയാണ് ഭഗവാൻ രക്ഷിച്ചത്. അവിടെ ദ്രൗപദി രജസ്വലയാണ്, ഇപ്പോൾ എനിക്ക് എന്ത് ആപത്ത് വന്നാലും ഞാൻ എന്ത് ചെയ്യരുത്, ഭഗവാനെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ വിളിക്കാതെ ദ്രൗപദി മാറിയിരുന്നോ? ഇല്ല. ഭഗവാൻ ഉടനെ തന്നെ ദ്രൗപദിക്ക് വസ്ത്രം കൊടുത്ത് രക്ഷിച്ചു. ഭഗവാൻ ഉടനെ തന്നെ തൊട്ടാൽ അശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ മാറിയിരുന്നോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ചെന്ന് വീഴാതിരിക്കുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് വിചാരിക്കുക. എല്ലാവരും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏകാദശി, നാളത്തെ ഏകാദശി ജയ ഏകാദശി അല്ലെങ്കിൽ ഭൈമി ഏകാദശി കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. ആ കഥ എല്ലാവരും പോയി കേൾക്കണം. എല്ലാവരും നാളത്തെ ദിവസം പരമാവധി സമയം പ്രാർത്ഥിക്കണം. നാളെ രാവിലെ തന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലെയും പാരണ സമയവും ഹരിവാസര സമയവും ഇടാം. അതനുസരിച്ചിട്ട് നിങ്ങൾ പാരണ വീടുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ആഹാരം നമ്മൾ കഴിച്ചു നിർത്തേണ്ടത് അത്താഴം, അതായത് വൈകുന്നേരത്തെ അത്താഴം, അത് നമ്മൾ കഴിച്ചു നിർത്തേണ്ടത് സന്ധ്യയ്ക്ക് മുമ്പ് കഴിച്ചു നിർത്തുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ജോലിക്കൊക്കെ പോയി സന്ധ്യ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് ആഹാരം കഴിച്ചേ മതിയാകൂ. അതല്ലാതെ നേരത്തെ വീട്ടിൽ ഉള്ള ആളുകളാണെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് ഒന്ന് ഭക്ഷണം കഴിച്ച് നിർത്തിയിട്ട് പിന്നീട് പരമാവധി സമയം പ്രാർത്ഥിക്കണം, ജപിക്കണം. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രം നമ്മൾ ഒരു 108 തവണ വെച്ച് ജപിക്കുന്നത് രാവിലെയും വൈകുന്നേരവും വളരെ നല്ലതാണ്. അതുപോലെ ഭഗവാന്റെ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, അത് വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം നമ്മൾ ഏകാദശി ദിവസം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നാരായണീയം അറിയാമെങ്കിൽ അത് നമുക്ക് എന്തൊക്കെ ഭഗവാന്റെ നാമങ്ങൾ അറിയാമോ അതൊക്കെ നമ്മൾ ജപിക്കുക. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും മതി. അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അങ്ങനെ നിങ്ങൾക്ക് ജപിക്കാം. അതല്ലെങ്കിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. രാമനും കൃഷ്ണനും എല്ലാം ഒന്നു തന്നെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്, വിശ്വാസത്തിലേക്ക് പോവുക. ഭഗവാനെ പരമാവധി സമയം പ്രാർത്ഥിക്കുക, ജപിക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം, അതായത് നമ്മൾ പാരണ വീടുന്ന 21-ാം തീയതി ദിവസവും നമ്മൾ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരിക്കണം. പാരണ വീടി കഴിഞ്ഞിട്ട് യാതൊരു കാരണവശാലും മത്സ്യാഹാരം, മാംസാഹാരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത്. അതായത് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും അതുപോലെ തന്നെ മഹാദ്വാദശി ദിവസവും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.